വെൽക്കം ബാക്ക് ടു മുഅല്ലിമ ചാനൽ. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നിസ്കാരത്തിലേക്ക് ഉള്ള വിളിയായ ബാങ്കിൻ്റെ മഹത്വത്തെക്കുറിച്ചും മര്യാദകളെക്കുറിച്ചുമാണ് ഞാൻ നിങ്ങളുമായി ഇന്ന് പങ്കുവെക്കുന്നത്. നമ്മളിൽ പലരും അറിഞ്ഞും അറിയാതെയും ബാങ്ക് കൊടുക്കുമ്പോൾ ഒരുപാട് തെറ്റുകൾ ചെയ്തു കൂട്ടുന്നുണ്ട്. അതിൽ എനിക്കറിയാവുന്ന കുറച്ചു കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുന്നു. ബാങ്ക് കൊടുക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ. ഒന്നാമത്തെ കാര്യം, സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നു, അല്ലെങ്കിൽ ബാങ്ക് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞ് പതുക്കെ ശബ്ദം താഴ്ത്തി സംസാരിക്കുന്നു. ഇനി രണ്ടാമത്തെ കാര്യം, സംസാരം നിർത്തിവെക്കും, പക്ഷേ നമ്മൾ എന്ത് കാര്യമാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ കാര്യം നിർത്തിവെക്കുന്നില്ല. ഇനി മൂന്നാമത്തെ കാര്യം, ബാങ്ക് കൊടുക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ബാത്റൂമിൽ പോവാൻ തുടങ്ങുന്നു, വുളു എടുക്കാൻ തുടങ്ങുന്നു. ഇനി നാലാമത്തെ കാര്യം, നമ്മൾ ഖുർആൻ ഓതുന്നത് നിർത്തിവെക്കുന്നില്ല, ഇതും ബഹുമാനക്കേടാണ്. ഇനി അഞ്ചാമത്തെ കാര്യം, നമ്മൾ ഇസ്ലാമികപരമായി നല്ല അറിവുകൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നു, ഇതെല്ലാം ബാങ്ക് കൊടുക്കുമ്പോൾ തെറ്റാണ്. ഇനി ആറാമത്തെ കാര്യം, ഈ പറയുന്ന കാര്യം നമ്മൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. നമ്മൾ ഫോൺ വിളിക്കും, അല്ലെങ്കിൽ TV, യൂട്യൂബ് ഒക്കെ ശബ്ദം കുറച്ച് കാണും. പിന്നെ നമ്മൾ എന്ത് പണിയിലാണോ അത് സമയം കളയണ്ടല്ലോ എന്ന് കരുതി ചെയ്തുകൊണ്ടേയിരിക്കും. മുറ്റമടിക്കുന്നു, അലക്കുന്നു, പാത്രം കഴുകുന്നു, മിക്സി, വാഷിംഗ് മെഷീൻ ഒന്നും ഓഫാക്കുന്നില്ല. ഇനി എങ്ങനെയെല്ലാം നമുക്ക് ബാങ്കിനെ ബഹുമാനിക്കാം എന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം, ബാങ്ക് കേൾക്കുന്ന സമയത്ത് തന്നെ കൽബിൽ ഒരു ഭയഭക്തി, ബഹുമാനം അതെല്ലാം ഉണ്ടാവുക. രണ്ടാമത്തെ കാര്യം, സംസാരം പൂർണ്ണമായും നിർത്തിവെക്കുക. മൂന്നാമത്തെ കാര്യം, എന്ത് കാര്യമാണോ നമ്മൾ ചെയ്യുന്നത് ആ പ്രവൃത്തി പൂർണ്ണമായും നിർത്തിവെക്കുക. നാലാമത്തെ കാര്യം, കിടക്കുകയാണെങ്കിൽ പോലും ഒന്ന് ഇരുന്നു കൊണ്ട് ബഹുമാനം കാണിക്കുക. അഞ്ചാമത്തെ കാര്യം, ഇനി നമ്മുടെ കാൽ കസേരയിലും മറ്റും ഉയർത്തി വെച്ചിരിക്കുകയാണെങ്കിൽ ഒന്ന് താഴ്ത്തി വെക്കുക. ആറാമത്തെ കാര്യം, തലയിൽ തട്ടമിടുക. ഏഴാമത്തെ കാര്യം, കിബിലക്ക് മുന്നിടുക. എട്ടാമത്തെ കാര്യം, ബാങ്ക് കൊടുക്കുന്നതിന് കുറച്ചു മുമ്പ് തന്നെ കൂട്ടുകാരോടോ അയൽവാസികളോടോ സംസാരിച്ചു നിൽക്കുകയാണെങ്കിൽ അതിൽ നിന്നും നമുക്ക് മാറി നിൽക്കാം. ഒമ്പതാമത്തെ കാര്യം, ഇപ്പോൾ ബാങ്ക് കൊടുക്കും എന്ന് അറിഞ്ഞുകൊണ്ട് ഫോൺ ചെയ്യാതിരിക്കുക, ബാത്റൂമിൽ പോവാതിരിക്കുക. പത്താമത്തെ കാര്യം, ബാങ്കിനുള്ള ഉത്തരം നൽകുക. 11ാമത്തെ കാര്യം, ബാങ്ക് പൂർണ്ണമായും തീർന്നതിന് ശേഷം ബാങ്കിന് ശേഷമുള്ള ദുആ ചൊല്ലുക. അതിനുശേഷം നിസ്കരിക്കാനുള്ള തയ്യാറെടുപ്പുകൾ ചെയ്യുക. ഇനി ബാങ്കിനെ ബഹുമാനിക്കാത്തവർക്കുള്ള ശിക്ഷയെക്കുറിച്ചാണ് പറയുന്നത്. ബാങ്കിനെ ബഹുമാനിക്കാത്തത് അള്ളാഹുവിനെ ബഹുമാനിക്കാത്തതിന് തുല്യം തന്നെയാണ്. ബാങ്ക് കൊടുക്കുന്ന സമയത്ത് ആരെങ്കിലും സംസാരിച്ചാൽ ആ നാവ് കൊണ്ട് അവൻ്റെ മരണസമയത്ത് അവന് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയാൻ നാവ് പൊങ്ങില്ല എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ബാങ്ക് കൊടുക്കുന്ന സമയത്ത് ഒരു ചെറിയ വാക്ക് പറഞ്ഞാൽ പോലും അവൻ്റെ 30 കൊല്ലത്തെ നിസ്കാരം, നോമ്പ്, സ്വലാത്ത്, ദിക്ർ, ഖുർആൻ അങ്ങനെ സർവ്വതും നഷ്ടപ്പെടും. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവൾ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് ഫോൺ വിളിക്കില്ല. ബാങ്ക് കൊടുക്കാനായി ഞാൻ കുറച്ചു കഴിഞ്ഞു വിളിക്കാം എന്ന് പറയാറുണ്ട് എൻ്റെ ആ ഒരു കൂട്ടുകാരി. നമുക്ക് ചുറ്റുമുള്ള എല്ലാ പള്ളിയിലെയും ബാങ്ക് കൊടുത്ത് തീരുമ്പോൾ 5 മിനിറ്റ് എടുക്കും. ഈ 5 മിനിറ്റ് നമ്മൾ ഒന്നും സംസാരിച്ചില്ലെങ്കിലും ഒന്നും ചെയ്തില്ലെങ്കിലും നമ്മൾക്ക് ഒന്നും നഷ്ടപ്പെടാൻ പോണില്ല, നേട്ടങ്ങളെ ഉണ്ടാവുകയുള്ളൂ. നമ്മുടെ ചെറിയ മക്കൾക്ക് ഇപ്പോൾ തന്നെ ബാങ്കിനെ ബഹുമാനിക്കാനുള്ള ശീലം വളർത്തിയെടുക്കാൻ നോക്കണം എല്ലാവരും. പിന്നെ ബാങ്കിന് ശേഷമുള്ള ദുആക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടുന്നതുമാണ്. ഈമാനോട് കൂടി മരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക്, ഇത്രയും കാലമുള്ള സൽക്കർമ്മങ്ങൾ നഷ്ടപ്പെടരുത് എന്ന് ആഗ്രഹിക്കുന്നവർക്ക്, അള്ളാഹുവിനെ ബഹുമാനിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ബാങ്കിനെയും ബഹുമാനിക്കാം കേട്ടോ. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം.